എൻ്റെ എൽഡർ സിസ്റ്ററിലോ ആണ് ഷാജിയത്ത. അങ്ങനെ ഷാജിയത്താൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാട്ടോ ഞങ്ങളിന്ന്. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഷാജിയത്താൻ്റെ അത്താത്ത അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷാജിയത്താൻ്റെ അത്താത്ത ഞങ്ങൾക്ക് നല്ല അടിപൊളി ജ്യൂസൊക്കെ തന്നിട്ട് അടുത്ത ഭക്ഷണത്തിലേക്കുള്ള പരിപാടി നോക്കുകയാണ്. ഷാജിയത്താൻ്റെ അവിടെ പോകാൻ എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. കാരണം അവിടെ എത്തിയാലുണ്ടല്ലോ ഒരു ഹോംലി ഫീലാണ്. ഇവിടെ ഉണ്ടല്ലോ നല്ല തണുപ്പാണ്. ഒരു പറമ്പിൻ്റെ നടുക്കാണ് വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഒരു ബഹളവും ഇല്ല. ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തപ്പോഴേക്കും ഇവരിവിടെ ടേബിൾ മേൽ ഭക്ഷണമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ബിരിയാണിനേക്കാൾ മെയിൻ ആയിട്ടുള്ള ആളാണിത് ഈ പുളി. ഇവിടുത്തെ ഉമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുളി പോലും ഒന്നല്ല, സാധാരണ പുളി പോലെ ഒന്നല്ല, അടിപൊളി ടേസ്റ്റാണ്. ഉമ്മൻ്റെ ബിരിയാണി അതുപോലെ മസാലയും ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ഷാജിയത്ത മിസ് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അങ്ങനെ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് താനിയൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞാൻ വീണ്ടും പറമ്പത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. ഇവിടെ ഇവർക്ക് സ്വന്തമായിട്ട് കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുളം കണ്ടിട്ടേ ആരും കിണറാണെന്ന് ചോദിക്കരുത്, ഇത് കുളം തന്നെയാണ്. ഇതെങ്ങനെയോ ഇങ്ങനെയൊക്കെ ആയതാണ്, എനിക്കറിയില്ല ഇത് എന്താ സംഭവിച്ചതെന്ന്. പറമ്പ് നനയ്ക്കാനൊക്കെ ഉള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് ഉപയോഗിക്കലുള്ളത്. ഇതാണ് സദന് ഭയങ്കര നാണായിരുന്നു കേട്ടോ. ഞാൻ പേരക്കൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഉമ്മ പറഞ്ഞ് അതിലൊരു പഴുത്ത പേരക്ക ഉണ്ടെന്ന്. അങ്ങനെ ഉമ്മ കൊമ്പൊക്കെ താത്തി തന്നേരം ഞാനതങ്ങ് പറിച്ച്. ഇനി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ഷാജിയത്താക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളാണിത്. ഇനി ഷാജിയത്താക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് പുളി. അത് ഉമ്മനോട് പാക്കാക്കി വെക്കാൻ പറഞ്ഞതുകൊണ്ട് ഉമ്മ പാക്കാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉമ്മ തന്ന നല്ല അടിപൊളി മധുരമുള്ള പേരക്കൊക്കെ, ഇത്ര മധുരം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ മധുരമുള്ള പേരക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്, കരിഞ്ചാമ്പാടിയിലേക്ക്. പോകുന്ന വഴിയിൽ ഷാജിത്താൻ്റെ എത്താത്തൻ്റെ വീടൊക്കെ കാട്ടി തരുന്നുണ്ട്. ഇതാണ് മറ്റമ്മൻ്റെ വീടാണിത്. സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീടാണിത്. ഇവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ കേട്ടോ. പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇന്നത്തെ കാഴ്ചകൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.